Hi everyone, welcome to the fourth chapter of Poland series. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പോളണ്ടിലെ ചില പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾക്ക് പോളണ്ടിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ പരിചയപ്പെടാം. ഏതൊക്കെയാണ് പോളണ്ടിലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് ജസ്റ്റ് നമുക്ക് ഗോ ത്രൂ ചെയ്യാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചില യൂണിവേഴ്സിറ്റിയുടെ പേര് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്? പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഫണ്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1990s മുതലാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കൗണ്ടിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സ് ഓപ്ഷൻസ് ആണ് അവിടെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നത്. കൂടാതെ ഇംഗ്ലീഷ് ടോട്ട് ആയിട്ടുള്ള നിരവധി കോഴ്സ് ഓപ്ഷൻസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതൽ ഇങ്ങനെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ അട്രാക്ട് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറുമാണ്. സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലാണ് അവിടുത്തെ ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ഓവർ 300+ യൂണിവേഴ്സിറ്റീസ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പോളണ്ടിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. പോളണ്ടിലെ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് വിസ്റ്റുല യൂണിവേഴ്സിറ്റി, ലസാസ്കി യൂണിവേഴ്സിറ്റി, വിൻസെൻ്റ് പോൾ യൂണിവേഴ്സിറ്റി, കോസ്മിൻസ്കി യൂണിവേഴ്സിറ്റി, WSP യൂണിവേഴ്സിറ്റി, WSEI യൂണിവേഴ്സിറ്റി തുടങ്ങിയവ. അതിൽ നമുക്ക് ചില യൂണിവേഴ്സിറ്റീസ് കുറച്ച് കാര്യമായിട്ട് എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം വിസ്റ്റുല യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. വിസ്റ്റുല യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് വാർസോയിലാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂൾ ഇൻ പോളണ്ട്. കോഴ്സ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, മാനേജ്മെൻറ്റ് പ്രോഗ്രാം തുടങ്ങിയ നിരവധി കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആയാലും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കോഴ്സ് ഓപ്ഷൻസ് വിസ്റ്റുല യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ വരുന്ന ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് വിത്ത് ACCA പ്രോഗ്രാമാണ്. ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സിൽ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. It is granted with ACCA accreditation and it is also based on global standards. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കോഴ്സാണ് ആർക്കിടെക്ചർ കോഴ്സ്. 4-year പ്രോഗ്രാമായ ആർക്കിടെക്ചർ കോഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ ജേർണലിസം പ്രോഗ്രാം, അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട്. ഫീസ് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3,500 to 4,500 euros ആണ് ഇവിടുത്തെ ഫീസ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വാർസോയിലുള്ള മെയിൻ സിറ്റി, ക്യാപിറ്റൽ സിറ്റിയിലാണ് യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഇന്ത്യയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് 4 years കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3.5 years കൊണ്ട് ഇവിടെയുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മോറോവർ ആർക്കിടെക്ചർ കോഴ്സ് നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റീസിലും 5-year പ്രോഗ്രാമായിട്ട് വരുന്നത്. നമ്മൾ പോളണ്ടിലാവുമ്പോൾ ഒരു 4 years കൊണ്ട് നമുക്ക് ആർക്കിടെക്ചർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ IELTS ഇല്ലാതെ നമ്മൾക്ക് എല്ലാ കോഴ്സ് ഓപ്ഷൻസും എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലസാസ്കി യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പോളണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ വാർസോയിലാണ്. It was founded in 1993 and it is one of the best private university in Poland. It is the first most private university found in Warsaw and second in Poland. ഞാൻ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കോഴ്സ് ഓപ്ഷൻസ് ആണ്. ഏവിയേഷൻ ലോ ആൻഡ് പ്രൊഫഷണൽ പൈലറ്റ് ലൈസൻസ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏവിയേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ പൈലറ്റ് ആയിട്ട് ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ലസാസ്കി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റ് അട്രാക്റ്റീവ് ഫാക്കൽറ്റീസ് ഇവിടെ ഉള്ളത് ആണ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെഡിസിൻ കോഴ്സസ്. ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സിന് ഡോക്ടറൽ കോഴ്സസും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. വിൻസെൻ്റ് പോൾ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ലുബ്ലിൻ സിറ്റിയിലാണ്. ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ 2000. എഡ്യു ഒപ്പീനിയൻ റാങ്കിങ്ങിൽ 3.8 റാങ്കിങ് ആണ് ഈ യൂണിവേഴ്സിറ്റിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട കോഴ്സ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നഴ്സിംഗ്, മിഡ്വൈഫറി, ബ്യൂട്ടി സയൻസ് ആൻഡ് ലോങ് സൈക്കിൾ പ്രോഗ്രാമായ ഫിസിയോതെറാപ്പി കോഴ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും IELTSൻ്റെ ആവശ്യം വരുന്നില്ല. MOI സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി അല്ല ഏത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റിയും അപ്ലൈ ചെയ്ത് കോഴ്സ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. കോസ്മിൻസ്കി
കോസ്മിൻസ്കി യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പോളണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ വാർസോയിലാണ്. ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ 1993. മെയിനായിട്ട് അതിൻ്റെ അട്രാക്ഷൻ വരുന്നത് ട്രിപ്പിൾ ക്രൗൺ അക്രഡിറ്റേഷൻ നേടിയ ഒരു യൂണിവേഴ്സിറ്റി, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് കോസ്മിൻസ്കി യൂണിവേഴ്സിറ്റി. ഇവിടെ വരുന്ന കോഴ്സ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ്, ഫിനാൻസ്, ലോ തുടങ്ങിയ നിരവധി കോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ലോങ് സൈക്കിൾ പ്രോസസ്സായ സൈക്കോളജി കോഴ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റി, റിക്രിയേഷൻ, ടൂറിസം തുടങ്ങിയ റിലേറ്റഡ് ആയിട്ട് വരുന്ന കോഴ്സ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് വിസ്റ്റുല സ്കൂൾ ഓഫ് ഹോസ്പിറ്റാലിറ്റി. ഇതല്ലാതെയും ഒരുപാട് നിരവധി കോഴ്സ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പോളണ്ടിലുണ്ട്. നമ്മൾക്കൊരു മിനിമം 55% സ്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്യാം. IELTS ആവശ്യം വരുന്നില്ല. MOI സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾക്ക് കൂടുതൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ്, എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.